ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അടിപൊളി ഭാഗം നോക്കാം കേട്ടോ. വരാനിരിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ശിവാനിക്ക് ഒരു പാഴ്സൽ വരികയാണ് കേട്ടോ. ശിവാനി ഇങ്ങനെ മുകളിലിരിക്കുന്ന സമയത്ത് കോൾ വരികയുണ്ട്. അപ്പോൾ ഇതാരെ കോളെന്ന് വെച്ച് എടുക്കുമ്പോൾ പറയും, മേഡം അങ്ങനെ ലക്ഷ്മി മെഡിക്കൽസിൽ നിന്നാണ് പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. ഇവിടെ ആരെങ്കിലും കൊടുക്കട്ടെ എന്ന് ചോദിക്കും, വേണ്ട സെക്യൂരിറ്റിയുടെ ആരെങ്കിലും കൊടുക്കട്ടെ എന്ന് ചോദിക്കും, വേണ്ട ഞാൻ തന്നെ വന്ന് മേടിച്ചോളാം എന്ന് പറയും കേട്ടോ. വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് പാത്തും പതുങ്ങിയും താഴത്തേക്ക് വരികയാണ് കേട്ടോ. നോക്കുകയാണ്, ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു, ആരെയും കണ്ടാൽ പെട്ടു എന്നും പറഞ്ഞിട്ട് നോക്കിയപ്പോൾ താഴത്ത് ആരുമില്ല. അപ്പം മെല്ലെ പതുങ്ങി ഓടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇത് മേടിക്കാനായിട്ട്, പാഴ്സൽ മേടിക്കാനായിട്ട് ഓടുകയാണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് നിധി ഇത് കണ്ട്, ഇവിടെ എവിടേക്ക് ഈ പാത്തും പതുങ്ങിയും പോണേന്ന് വെച്ചിട്ട് നിധി പിന്നാലെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് ശിവാനി കണ്ടിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ പയ്യനെ ചീത്ത പറയുന്നുണ്ട്, ഇവിടെ വന്നിട്ട് വിളിക്കുക, ഒന്ന് വിളിച്ചിട്ട് കൊണ്ടുവന്നു ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് എന്താ കാര്യം, ആരെയും കണ്ടാലോ എന്ന് അങ്ങനെ എന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോറി മേഡം എന്ന് പറയുന്നുണ്ട്, പോ എന്ന് പറയുന്നുണ്ട്. അത് മേടിച്ചിട്ട് ഒളിപ്പിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് വരുന്നതായിട്ടപ്പോൾ നമ്മുടെ നിധി മാറി ഒളിച്ചു നിന്നു. അപ്പോൾ ശിവാനി ഇത് ഒളിപ്പിച്ചിട്ട് മുറിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിധിക്കൊരു സംശയം, ഇതെന്താ അപ്പോൾ പാഴ്സൽ വന്ന് ഒളിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യം, അപ്പോൾ അതിലെന്തുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. നിധി ഇങ്ങനെ എന്നിട്ട് പുറത്ത് പോയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശിവാനിയാണെങ്കിൽ ഇത് കൊണ്ടുപോയി എന്നിട്ട് പറയുന്നുണ്ട്, അതിൽ പാഡൊക്കെയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ മാസം തന്നെ അല്ലേ ഇത് ഒളിച്ചും പാത്തും വാങ്ങണതിൻ്റെ കഷ്ടപ്പാട്, എന്തൊരു കഷ്ടം അത്, പോരാത്തതിന് ഈ വയറുവേദനയും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു പീരീഡ്സ് ടൈമിൽ വയറുവേദനയ്ക്ക് കഴിക്കുന്ന ഒരു ഗുളികയും ഈ പാഡുമാണ് മേടിച്ചിരിക്കണേ. പക്ഷെ അതിവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സാധനം അവിടെ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ബില്ല് ഇവിടെ എങ്ങാനും ഇടാൻ പറ്റില്ല, നിധിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്ന പണി, അവൾ കണ്ടുപിടിച്ച പണിയാവും എന്ന് പറഞ്ഞിട്ട് ആ ബില്ലും കീറി. പിന്നെ ഈ വരവേദനയ്ക്ക് ഡോക്ടർ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ, നമ്മുടെ പഴയ ഡോക്ടറാണ്, ഇതിലേക്ക് എന്താ ഡോക്ടറുടെ പേരുണ്ടായിരുന്നല്ലോ, നമ്മുടെ ശിവാനിയുടെ കള്ളത്തരത്തിന് കൂട്ടുന്ന ആദ്യത്തെ ഡോക്ടർ. അപ്പോൾ അവർ എഴുതി കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ് ഇപ്പോൾ ശിവാനി ഇത് മേടിക്കണത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി കീറി കളഞ്ഞിട്ട് വേസ്റ്റ് വേണ്ടി ഇടാൻ നോക്കുമ്പോൾ വേണ്ട, നിധി കണ്ടുപിടിക്കും എന്നും പറഞ്ഞിട്ട് ജനലിലൂടെ പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. കീറി കഷ്ണമായിട്ട് ജനലിലൂടെ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ നിധിയാണെങ്കിലോ ഇത് പുറത്തുണ്ടായിരുന്നു, പുറത്ത് നിന്ന് കാണിച്ചു, ഇത് ശിവാൻ്റെ മുറിയെന്നല്ലേ ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ, അപ്പോൾ ഇതെന്തിനാ അവൾ കീറി കളയേണ്ട ആവശ്യം എന്നും പറഞ്ഞിട്ട് നിധി ഇത് കണ്ടുപിടിച്ചേ പറ്റുമെന്നും പറഞ്ഞിട്ട് എല്ലാ കഷ്ണങ്ങളും ഒരുവിധ കഷ്ണങ്ങളൊക്കെ പറക്കിയെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് റൂമിൽ വെച്ചിട്ട് എല്ലാം അങ്ങനെ യോജിപ്പിച്ച് വെക്കാൻ നോക്കുന്നുണ്ട്. കണ്ടിട്ടൊന്നും മനസ്സിലായി, എന്താ ഇപ്പോൾ സാധനം ഒന്നും മനസ്സിലാവണ്ടേ, പാഴ്സൽ എന്തിനെങ്കിലും വിളിച്ചു കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് മെഡിക്കൽ ഷോപ്പിൻ്റെ പേര് കിട്ടി, ലക്ഷ്മി മെഡിക്കൽസ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ എന്താ പോയി പാഴ്സൽ മേടിക്കാൻ എന്ന് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറുടെ പേരുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ ഒരു കഷ്ണവും കിട്ടി കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്തോ പറഞ്ഞു കൊടുത്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പാഴ്സൽ ചെയ്ത് മേടിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനിപ്പോൾ ഇത്ര ഒളിച്ചു കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിലെന്തോ ഉണ്ട്, ഇത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നിധി. എന്നിട്ട് നിധി അപ്പം തന്നെ ഗൗതമിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കണ്ടേ, എന്താ ഡാർലിംഗ് എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും നമ്മുടെ പാറു എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കണ്ട. അപ്പം അതൊന്നും അല്ല ഗൗതം, ഇപ്പോൾ വീട്ടിലൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പാഴ്സൽ വന്നതും കയറി കഴിഞ്ഞതൊക്കെ കൂടി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗതം പറയണ്ട, അതിനിപ്പോൾ നമ്മളെന്താ വേണ്ടേ, അവളെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളതിന് പിന്നാലെ നടക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് തന്നെ പ്രശ്നമാകുമെന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ, അതിലെന്തോ കള്ളത്തരമില്ല, അതുകൊണ്ടല്ലേ അവൾ പാഴ്സൽ ഒളിച്ചു കൊണ്ടുപോയതും പിന്നെ ഇതൊക്കെ കയറി കളഞ്ഞതും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ഒരു 4-5 മാസം 2 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വയറ് വലുതാവാതെ അവളെ തന്നെ കുടുങ്ങാൻ പോകും. അപ്പോൾ പിന്നെ എന്തിനും നമ്മളായിട്ടിത് വേറെ നിൽക്കണമെന്ന് പറയും. ആ 2 മാസം കൊണ്ട് അവൾ എന്തെങ്കിലും ഒപ്പിക്കില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തെയും പ്രണവിനെയും ഒക്കെ ബാധിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് അവളെ വെറുതെ വിട്ടുകൂടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗൗതമിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടേക്ക് ലക്ഷ്മി മെഡിക്കൽസിൻ്റെ അവിടേക്ക് വരണം, നമുക്ക് കണ്ടുപിടിക്കാം, ഞാൻ അവിടെ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതമിന് വലിയ താല്പര്യമില്ല പിന്നെയും ശിവാനിയുടെ പിന്നാലെ പോകാനായിട്ട്. അപ്പോൾ നിധി പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, അന്ന് എന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാക്കാൻ നോക്കിയില്ലേ, നമ്മൾ ഇല്ലാത്ത കൊലപാതകത്തിൻ്റെ കേസും പറഞ്ഞിട്ട് നമ്മുടെ വസുന്ധരാമ്മേനെ അടക്കിയിരുത്തിയിട്ടില്ലേ, അതുപോലെ ഈ ഇല്ലാത്ത ഗർഭത്തിൻ്റെ കേസും പറഞ്ഞിട്ട് ഇവളേനെ അടക്കിയിരുത്തണം, അതിന് ഇതേ ഉള്ളൂ വഴി, ഗൗതം വാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 2 പേരും കൂടി മെഡിക്കൽ ഷോപ്പിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിക്കാനുണ്ട്, ഞങ്ങൾ അപ്പോൾ എന്തിനാ വന്നു ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഞങ്ങൾ ആക്ച്വലി ഇവിടുന്ന് മെഡിസിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡെലിവറി ആയി, പക്ഷേ അത് കുട്ടികൾ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴുത്തിയിട്ട് അതൊക്കെ നാശമായി പോയി, അപ്പോൾ അതൊന്നും കൂടി വേണമായിരുന്നു എന്ന് പറയട്ടോ. ശരി മേഡം, എന്നാൽ പ്രിസ്ക്രിപ്ഷൻ തരാൻ പറയും, അതും അതിൻ്റെ കൂടെ പോയി എന്ന് പറയട്ടോ. അപ്പോൾ ഗൗതം അപ്പോൾ ഇതില്ലാണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കിയിട്ട് കേട്ടോ. എന്നിട്ട് പറയും, അല്ല എത്ര നേരമായി ഇപ്പോൾ ഡെലിവറി ചെയ്തിട്ടെന്ന് പറയുമ്പോൾ പറയും, ഒരു അരമണിക്കൂറായിട്ടുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ അവിടെ ആ പയ്യനെ കണ്ടു, ഇവർ ഡെലിവറി ചെയ്ത പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു, നിധി കണ്ടിട്ടില്ലോ നേരത്തെ വന്നപ്പോൾ. അപ്പോൾ ഗൗതമിനോട് പറയേണ്ടത് ആ പയ്യനാണ് ഡെലിവറി കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പയ്യനെ നമ്മുടെ അവിടുത്തെ
മാനേജർ വിളിച്ചിട്ട് പറയും, എടാ നീ ഇങ്ങനെ ആർക്കെങ്കിലും മെഡിസിൻ ഇപ്പോൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട്, ആ ശിവാനി എന്ന് പറഞ്ഞ ഒരു ആൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും ഇതാണോ ഈ ശിവാനി എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അയാൾ നിധിനെ നോക്കിയിട്ട് പറയും, ഇതല്ല, അത് വേറെ ആളെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ പയ്യനെ അങ്ങോട്ട് പോകും. അപ്പോൾ പറയും അത് നിധി പറയും, ശിവാനി ആക്ച്വലി എൻ്റെ സിസ്റ്ററാണ്, അവൾക്ക് കുട്ടിയെ നോക്കിയിരിക്കണ കാരണം വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നേ എന്ന് പറയും കേട്ടോ. നിങ്ങളൊന്നുകൂടിയും ആ മരുന്നൊന്നും എടുത്ത് തരുമോ എന്ന് ചോദിക്കും കേട്ടോ. ആ കുഴപ്പമില്ല, ഞാൻ എടുത്ത് തരാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് അദ്ദേഹം മരുന്ന് എടുത്ത് കൊടുക്കണം കേട്ടോ. മരുന്ന് എടുത്ത് കൊടുത്തിട്ട് വെച്ച് നോക്കിയപ്പോൾ ആ പൈസ ബില്ല് വെച്ച് പേരൊക്കെ വെച്ച് നോക്കിയിട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു പാഡും പിന്നെ അതിലൊരു മരുന്നുമാണ് കേട്ടോ. അപ്പോൾ ഗൗതം നിധി ഇങ്ങനെ പരസ്പരം നോക്കണം കേട്ടോ, ഇതെന്തിനിപ്പോൾ പാഡ് എന്നുള്ളതിൽ നോക്കുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് ബില്ലൊന്നും തെറ്റിപ്പോയിട്ടില്ലല്ലോ. ഇല്ല മാഡം, ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഗുളിക എടുത്ത് നോക്കുമ്പോൾ നിധിക്കത് മനസ്സിലാവും കേട്ടോ, ഇത് വയറുവേദനയ്ക്ക് കഴിക്കണ ഗുളിക എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ട് പൈസയും കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് നിധി പറയുന്നുണ്ട്, കണ്ടു ഗൗതം, ഇതിപ്പോൾ എന്തിനാ അവൾ മേടിക്കേണ്ട ആവശ്യം, ഇപ്പോൾ മനസ്സിലായില്ലേ, അവളെല്ലാവരും ഉറപ്പിച്ചില്ലേ അവൾ എല്ലാവരെയും പറ്റിക്കുക എന്നുള്ളതെന്ന് പറയട്ടെ. അപ്പോൾ ഗൗതം ദേഷ്യം വരുന്നുണ്ട്, ഇന്ന് തന്നെ ഇതൊക്കെ തെളിവോടെ കൊണ്ടുപോയിട്ട് അവളേനെ ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പറയും ഇപ്പോൾ ഇത് ആരോടും പറയണ്ട, അമ്മയുടെ അടുത്തടക്കം പറയണ്ട, അവൾ എന്ത് പറഞ്ഞാലും അവളിപ്പോൾ അത് അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ വാദിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇനിയും കൂടുതൽ തെളിവുകൾ നമുക്ക് ശേഖരിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മോട് പറഞ്ഞാലും ശരിയാവില്ല, അമ്മ പിന്നെ ഇതന്നെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് അമ്മോടും പറയണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ പാറുവിനെ നിധി നീ എവിടെ പോയതായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എത്ര നേരം ഞാൻ നോക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിധി വേറെ എന്തോ കാര്യം പറയണുണ്ട് എന്നോട് പറയുന്നുണ്ട്, പോയ കാര്യം കേട്ടോ. കഴിഞ്ഞിട്ട് പാറുവാണെങ്കിൽ പ്രസാദമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്, എന്താ ഇന്നെ ഏതോ അമ്പലത്തിൽ പോയിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നിധി അത് തൊട്ടു ഗൗതമിനെയും തൊടി വെച്ചു കേട്ടോ. എന്നിട്ട് ചെറിയൊരു പീസ് ഒരു ഇതിൽ പൊതിഞ്ഞ് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയേണ്ടത് എവിടേക്കാന്ന് വെച്ചാൽ പറയും, ശിവാനിക്ക് കൊടുക്കാനാന്ന് പറയട്ടെ. ശിവാനിക്കോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഗൗതമിനെയും വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഗൗതമനോട് നിധി പറയണ്ട കേട്ടോ, പീരീഡ്സ് ആയിരിക്കുമ്പോൾ എന്തായാലും അവൾ ഈ പ്രസാദം തൊടില്ല, അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അവളുടെ ഭാഗത്തെ ആ നേരത്തെ എക്സ്പ്രഷനൊക്കെ ഗൗതമിനെ നേരിട്ട് കണ്ട് തിരിച്ചറിയാം. ഗൗതമും കൂടെ വന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതമിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പ്രണവ് ഇവരുടെ മുറിയിലേക്ക് ചെന്ന് നോക്കി പ്രണവ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നീ പോകുന്നു എന്ന് നോക്കിയിട്ട് കേട്ടോ. അന്ന് എൻ്റെ നേരത്തെ വന്ന് നോക്കിയപ്പോൾ അന്ന് കുറച്ച് വർക്ക് നേരത്തെ കഴിഞ്ഞു, അപ്പോൾ നേരത്തെ പോകുന്നു പറയട്ടോ. അല്ല ശിവാനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവളിത് കുളിക്കേണ്ടതായിട്ട് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നമ്മുടെ ശിവാനിയുടെ മുഖം ഒന്ന് പോയി, ഇവരെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കണേ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവിടെ എന്ത് ഉദ്ദേശത്തോടെ വന്നിക്കണം, എന്തോ കള്ളത്തരണ്ട്, ഇവിടെ കണ്ണ് കണ്ടറിയാം എന്തോ പ്ലാൻ ചെയ്ത് വന്നതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ മനസ്സിൽ വാടി വാ, നിൻ്റെ കാര്യം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ ശിവാനി വാ എന്ന് പറയും, വിളിക്കുന്നുണ്ട് കേട്ടോ സ്നേഹത്തോടെ. അപ്പോൾ നമ്മൾ പ്രണവ് ചോദിക്കുന്നത് എന്താ എടുത്ത് വിശേഷം ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല, നമ്മൾ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ അവിടെ ശിവാനിക്ക് നന്നായി കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു വഴിപാട് ചെയ്തു എന്നാ പ്രസാദം എന്ന് പറയും കേട്ടോ. പ്രണവ് വേഗം അതെടുത്ത് തൊടും. എന്നിട്ട് ശിവാനിൻ്റെ നിരക്ക് നീട്ടും. ശിവാനി കിടന്ന് പരിഭ്രമിക്കണം കേട്ടോ, ജമ്മണി എടുക്കണില്ലേ, പ്രസാദം എടുക്കണില്ല, അത് പറഞ്ഞിട്ടിരിക്കണം കേട്ടോ. എന്താ ശിവാനി ആലോചിക്കണേ എന്ന് ചോദിക്കട്ടെ കേട്ടോ. ഇത് നല്ല ശക്തിയായ ദേവിയുടെ പ്രസാദമാണ്. ആ ദേവിയാണെങ്കിൽ ഭയങ്കര ഫേമസാണ്, നല്ലത് ചെയ്തവർക്ക് നല്ലതും പൊട്ട ചെയ്തവർക്ക് എന്തായാലും ശിക്ഷ കിട്ടും. നീയാണെങ്കിൽ ഗർഭിണി ഇരിക്കല്ലേ, എന്നാ തൊട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കൂട്ടാ. അപ്പോൾ ശിവാനി പേടിക്കണില്ല. അപ്പോൾ ഗൗതമൻ നിധി ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, എടുത്തോ ശിവാനി, നല്ലതാ, ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ദേവിയുടെ ഇത് വേണ്ടതല്ലേ, എടുത്തോട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് മേടിച്ചോട്ട് പ്രണവ് പറയുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ, തൊട്, ദൈവത്തിൻ്റെ പ്രസാദമല്ലേ, തൊട്ടുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ നമുക്കായിട്ട് പോയിട്ട് ഇത്രയും ഇത് ചെയ്ത് മേടിച്ച് കൊടുത്തല്ലേ, ഇങ്ങോട്ട് താഴെടുത്ത് ഞാൻ തൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് ശിവാനിൻ്റെ നേരക്ക് തൊടാൻ വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് ശിവാനി ഇങ്ങനെ അയ്യോ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ നീ അത് ഇതെന്നൊക്കെ പറഞ്ഞിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, അല്ല ഈ പീരീഡ്സ് ടൈമിൽ നമ്മൾ പ്രസാദം തൊടാത്തുള്ളൂ, അപ്പോൾ നിനക്കിപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ, നീ ഇതിപ്പോൾ പ്രസവിക്കാൻ പോയില്ലേ, 4-5 മാസം കഴിഞ്ഞാൽ നീ പ്രസവിക്കും, പിന്നെ എന്താ പ്രശ്നം, നീ തൊട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിധി എന്നാൽ തൊട് എന്ന് പറഞ്ഞിട്ട് പ്രണവ് വരികയാണ് കേട്ടോ. വീണ്ടും അപ്പോൾ വേണ്ട പ്രണവേ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ തൊട്ടുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൊട്ടുകൂടെ ചോദിക്കണ്ട. അപ്പോൾ എന്താ വേണ്ടാത്ത എന്നൊക്കെ ചോദിക്കണ്ടേട്ടോ ഗൗതം. എന്താന്ന് നോക്കുമ്പോൾ ശിവാനി ഇങ്ങനെ ഒരുക്കുകയാണ് കേട്ടോ. അത് കണ്ട് ചിരിക്കുകയാണ് നമ്മുടെ നിധിയും ഗൗതമം. അപ്പോൾ എന്നിട്ട് ചോദിക്കേണ്ടത് എന്താ കാര്യം എന്ന് പറയും, എന്താ നീ തൊടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാനേ മട്ടൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. മട്ടൻ കഴിച്ചോ? അപ്പം പ്രണവ് ചോദിക്കേണ്ടത് എപ്പം മട്ടൻ കഴിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതന്നെ. അപ്പം നിധി പറഞ്ഞാൽ അതന്നെ, ഇന്ന് നമ്മുടെ വീട്ടിൽ മട്ടൻ ഉണ്ടാക്കിയില്ലല്ലോ, അതിനിപ്പോൾ എന്താ. അപ്പോൾ നമ്മുടെ ശിവാനി പറഞ്ഞു, ഞാനത് പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നിധി ഇങ്ങനെ മനസ്സിൽ കണ്ട അവൾ എന്തൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുന്നു കണ്ട, അങ്ങനെ മനസ്സിൽ വിചാരിക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അമ്പലത്തിൽ ഇപ്പോൾ ബലി കൊടുക്കണതല്ലേ, നീ അതൊന്നും കാര്യമാക്കണ്ട ശിവാനി, നീ തൊട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ഇത് പിന്നെയും പ്രണവ് നിർബന്ധിക്കുമ്പോൾ ഇപ്പോൾ വേണ്ട പ്രണവ് ഞാൻ കുളിച്ചിട്ട് വെച്ചോളാം തൊട്ടോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഈ രക്ഷപ്പെട്ടൂലേ എന്ന് പറയേണ്ടത് നിധി മനസ്സിൽ. എന്നിട്ട് അപ്പോൾ എന്നാൽ ശരി എടുത്തി അത് നല്ലതാണ്, കുളിച്ചിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രണവ് അതെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നിധി പറയാനായിട്ട് അതേ ശ്രദ്ധിച്ചോളൂട്ടോ ശിവാനി, നമുക്ക് കുട്ടിയാണ് കേട്ടോ മുഖ്യം, കുഞ്ഞുങ്ങളെ നന്നായി ശ്രദ്ധിച്ചോളൂട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ പുറത്തെടുത്തിട്ട് കൈ ഇങ്ങോട്ട് കൈ പിടിച്ചിട്ടാണ് നിധി ഇങ്ങനെ സംസാരിച്ചത്. എന്നിട്ട് ഇങ്ങനെ അവർ പോകണത് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയേണ്ടത് എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് കേട്ടോ. നിധി അങ്ങനെ എന്തോ ചെയ്തല്ലേ വെച്ചിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്തുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം കേട്ടോ നമ്മുടെ ശിവാനി. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.